ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് മുട്ട വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് അതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ആക്കിയിട്ട് കൊടുത്തു വിടാനും അതുപോലെ തന്നെ ലഞ്ച് ബോക്സിൽ ചോറിൻ്റെ കൂടെ സൈഡാക്കിയിട്ട് കൊടുക്കാനും അതുപോലെ തന്നെ നമുക്ക് ഈവനിങ്ങിൽ സ്നാക്സ് ആക്കിയിട്ടും ചോറിൻ്റെ കൂടെ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല നൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ അധികം എരിവും ഉണ്ടാവില്ല, എന്നാൽ നല്ലൊരു കളറും ഉണ്ടാവും. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു പാന് വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ആ വെളിച്ചെണ്ണ ഒന്നങ്ങ് ചൂടായിട്ട് വരട്ടെ. വെളിച്ചെണ്ണ ഒന്നങ്ങ് ചൂടായിട്ട് വന്നാൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. ഫ്ലെയിം കൂട്ടിയിടരുത്, അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് കളർ ചേഞ്ച് ആയിട്ട് പോവുകയും ചെയ്യും, നമുക്കതങ്ങനെ ഫ്രൈ ആയിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് പതുക്കെ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അല്ലാണ്ടങ്ങ് തീ കൂട്ടിയിട്ടിട്ട് ചെയ്തെടുക്കരുത്. ഇതുപോലെ അങ്ങനെ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി മൊത്തമായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അങ്ങനെ തിരിച്ചും മറിച്ചും അങ്ങനെ കുറച്ച് ടൈം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ. ഇടയ്ക്ക് ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ആയി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് മുട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ട് കോഴിമുട്ടയുടെ അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കുള്ളൊരു അളവാട്ടോ പറയുന്നത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ അടുത്ത് കണ്ടിട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അടുത്ത് കണ്ടിട്ട് തന്നെ ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് കേട്ടോ, ഒരു 2 പിഞ്ചോളൊക്കെ മതിയാവും. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ആവുമ്പോൾ കുറഞ്ഞ അളവിൽ എരിവൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതെല്ലാം കൂടെ. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങൊക്കെ ഏകദേശം ഇങ്ങനെ ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഒന്ന് ഇങ്ങനെ ഫ്രീ ആക്കി എടുക്കണേ. അല്ലാണ്ടൊക്കെ ഡാർക്ക് ആക്കാനും പാടില്ല, എന്നാൽ അത്യാവശ്യം നന്നായിട്ട് ഫ്രീ ആയിട്ട് കിട്ടും വേണം കേട്ടോ. ആ ഒരു രീതിയിൽ കുട്ടികൾക്ക് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഫ്രീ ആക്കി കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ മുട്ടയും കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കും. ഇനി ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് അങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. റൗണ്ടാക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി എടുക്കുക. ഇപ്പോൾ അതാ മൊത്തം ഞാൻ ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കണേ. ഞാൻ ഏകദേശം ഒരു പിടീൻ്റെ അടുത്ത് കണ്ടിട്ട് മല്ലിയില ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടാണ് ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഒന്നും കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡാക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടിച്ച് വെച്ചിട്ട് ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റോളം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോഴേക്ക് തന്നെ അത് നന്നായിട്ട് സെറ്റായിട്ട് വരും. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതിയേ. ഇപ്പോൾ അതാ ഞാനൊരു 3 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു. മൊത്തം അങ്ങനെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പതുക്കെ എടുത്തിട്ട് ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് 1 മിനിറ്റോളം ഒന്ന് ആ ഭാഗം കൂടി ഒന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്ക് തന്നെ ആ ഭാഗം ഒന്നങ്ങ് സെറ്റായിട്ട് വരും.
ഇപ്പോൾ ഇതാ ആ ഭാഗം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇതങ്ങ് മാറ്റിയെടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതും കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. ശരിക്കും ഒരു മുട്ട ഓംപ്ലേറ്റ് തന്നെയാണ് ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്സ് ആക്കിയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. ഒന്ന് വെറൈറ്റി ആയിട്ടുള്ളതും കൂടിയല്ലേ. ഇതിപ്പോൾ കെച്ചപ്പിൻ്റെ കൂടെ ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.